ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും കണ്ടതുപോലെ തന്നെ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ബ്രെഡ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ ഇത് ബേക്ക് ചെയ്യാൻ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് തന്നെ ഈസിയായി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നാൽ പിന്നെ ഈ ബേക്കറി സ്റ്റൈൽ വൈറ്റ് ബ്രെഡ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 500 ഗ്രാം മൈദ, 5 ടീസ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ളത്രയും വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലോട്ട് ഈസ്റ്റ് ചേർക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. ഒരൽപ്പം വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി മൈദയിലോട്ട് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഈസ്റ്റ് പഞ്ചസാര മിക്സ് ചേർക്കാം. ഇത് കൈകൊണ്ട് എല്ലാ വശത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ചായി വെള്ളം ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ കുഴച്ചെടുക്കാം. ഒരു സോസ് പാനിൽ നെയ്യ് എല്ലാ വശത്തും ആവുന്ന രീതിയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മാവ് ചേർത്ത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നെയ്യ് തടവി കൊടുക്കുക. ഇനി ഇത് 10 മിനിറ്റ് അടച്ചു വെക്കുക. ഇതൊന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പഴയ ഒരു ഫ്രൈയിങ് പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇതിന്റെ മുകളിലേക്ക് സോസ് പാൻ വെച്ച് കൊടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ബ്രെഡ് നന്നായി ബേക്ക് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇത് നന്നായി ബേക്ക് ആയിട്ടുണ്ട്. വേറൊരു പാനിൽ നെയ്യ് കൊണ്ട് ഗ്രീസ് ചെയ്യുക. ഇതിലേക്ക് ബ്രെഡിന്റെ വൈറ്റ് പോർഷൻ പാനിൽ തട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ. ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വൈറ്റ് ബ്രെഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കിത് ചായയുടെ കൂടെ കഴിക്കാം. ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാവും. ഇതിൻ്റെ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് ക്രിസ്പിയാണ്. അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. കണ്ടില്ലേ, നല്ല സ്പോഞ്ച് പോലെയുണ്ട്. വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായ ഈ ഒരു വൈറ്റ് ബ്രെഡ് റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. See you soon. Bye bye.